ശ്രീ രാജു പി നായർ, ഈ വളരെ ആർജവത്തോടു കൂടി ഒരു നിലപാടല്ലേ ഈ കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ നേരത്തെ തന്നെ കൊൽക്കത്തയിൽ സമാനമായ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായതാണ്. അവിടെ അന്ന് മമതാ ബാനർജി ഈ വിലക്കുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മുഴുവൻ സിനിമകളും പ്രദർശിപ്പിക്കണം എന്നൊരു തീരുമാനമെടുത്തു. സംസ്ഥാന സർക്കാരും ഇനി ആ തരത്തിലുള്ള കത്രിക പൂട്ടുകൾക്ക് നിന്നു കൊടുക്കില്ല, ഞങ്ങൾ മുഴുവൻ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് സ്വാഗതാർഹമായ ഒന്നല്ലേ? ഞാൻ പറഞ്ഞ രാഷ്ട്രീയാതീതമായി അല്ലേ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്? കാരണം സിനിമാ പ്രേമികളാണ്, സ്വതന്ത്ര ആശയ ആവിഷ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, കലാകാരന്മാരാണ്, കലയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വതന്ത്രമായ കലാകാരന്മാർക്ക് പ്രവർത്തിക്കാനും ആശയാവിഷ്കാരം നടത്താനും അത് കാണാനും വിമർശിക്കാനും അത് പിന്നെ ആസ്വദിക്കാനും ഒക്കെ അവസരം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ ഈ ചലച്ചിത്രമേളകളൊക്കെ. അപ്പോൾ അവിടെ ഇത്തരം ഒരു കടന്നുകയറ്റം സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണോ കോൺഗ്രസും വിലയിരുത്തുന്നത്? സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ എങ്ങനെ കാണും? തീർച്ചയായിട്ടും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ വലിയൊരു കടന്നുകയറ്റം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാർ അത് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് ഇരട്ടത്താപ്പുകളൊക്കെ ഉണ്ട്. ഈ CPM രാഷ്ട്രീയം പറയുമ്പോൾ എന്നുള്ളത് അവിടെ തൽക്കാലം നിൽക്കട്ടെ, വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ പൊതുവേ ആ തീരുമാനമുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. നല്ല പ്രതിരോധം അത് തന്നെയാണ്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സംഘപരിവാർ നമ്മളെ സംബന്ധിച്ചോളം സിനിമകളും കഥകളും എഴുത്തുകളും എല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം രൂപപ്പെടുന്നതിനും പൊതുബോധം രൂപപ്പെടുന്നതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ സംവദിക്കപ്പെടട്ടെ, ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടട്ടെ എന്നുള്ളതാണ് ഏതൊരു ജനാധിപത്യപരമായി ചിന്തിക്കുന്ന സർക്കാരുകളും സംഘടനകളും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അതിന് പകരം കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഇത് തടസ്സങ്ങൾ ഇത്തരത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഉള്ള സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ ഇൻ്റർനാഷണലി റിനൗൺഡ് ആയിട്ടുള്ള ഈ ബാറ്റിൽഷിപ്പ് പൊട്ടോപ്യൻ ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ 1905 സോവിയറ്റ് റവല്യൂഷൻ്റെ എല്ലാ പശ്ചാത്തലവും ഉണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതേപോലെ തന്നെ പാലസ്തീൻ സിനിമകൾ അത് വേണ്ട എന്ന് വെക്കപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു നിലപാട് രാജ്യവിരുദ്ധമല്ലേ? ഇവർ രാഷ്ട്രീയമാണ് അതിനകത്ത് കാണുന്നതെങ്കിൽ പാലസ്തീനുള്ള ഇന്ത്യയുടെ നിലപാട് എന്താ? പാലസ്തീനുള്ള ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്, അത് നരേന്ദ്രമോദി 12-11.5 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുള്ളൂ. ആ വിഷയത്തിൽ നമ്മുടെ പ്രഖ്യാപിത നിലപാട് ഈ കഴിഞ്ഞ ഡിസംബർ 2 മാസം മുമ്പ് വരെ നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീൻ്റെ പരമാധികാരത്തിന് വേണ്ടിയിട്ട് അവരുടെ നിർണയിക്കപ്പെട്ട അതിർത്തികളിലേക്ക് 2 രാജ്യങ്ങളും മാറണമെന്നുള്ള ഏറ്റവും രാജ്യം പതിറ്റാണ്ടുകളായി സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ മുതൽ എടുത്തിട്ടുള്ള നിലപാടിനാണ് ഇന്നും ഇന്ത്യ നിൽക്കുന്നത്. സംഘപരിവാർ ഈ രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും, അത് പാലസ്തീൻ വിരുദ്ധതയായിട്ട് പറയുന്നുണ്ടെങ്കിലും, രാജ്യത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് പാലസ്തീൻ്റെ പരമാധികാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പോലും ഇന്ന് സംഘപരിവാർ കൊണ്ടുവരികയാണ്. അത് ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത്രമാത്രം കേരളത്തെ രാജ്യത്തിൻ്റെ കലാ മേഖലയും എല്ലാം സിനിമയും എല്ലാം ഈ വർഗീയവൽക്കരിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഒരൊറ്റ ആശയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതേ സർക്കാരാണ് കേരള സ്റ്റോറീസ് എന്ന അബദ്ധജടിലമായ പച്ചക്കള്ളം പറഞ്ഞത്, യാതൊരു വസ്തുതകളിൽ യാതൊരു ബന്ധവുമില്ലാത്ത കേരള സ്റ്റോറീസിന് അവാർഡ് വരെ കൊടുത്തത് ഇല്ലേ? അപ്പോൾ സിനിമകൾ അവർക്ക് സ്വതന്ത്രമായി സംവദിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളായിട്ട് അവരെ വിടുക എന്നുള്ളതും, അതിനകത്ത് എവിടെയെങ്കിലും വിമർശിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് സിനിമയിലൂടെ അല്ലെങ്കിൽ മറ്റെന്തിലൂടെ വിമർശിക്കപ്പെടുക എന്നുള്ളതാണ്. കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് സിനിമ ഇവർക്കുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കാലാപാനി കേരളത്തിൽ ഒരു പക്ഷേ സവർക്കർ എന്ന് പറയുന്ന ഒരാളെ മലയാളി അറിയുന്നത് തന്നെ ഈ കാലാപാനി എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ ആയിരിക്കും. അതിന് മുമ്പ് സവർക്കറൊന്നും വലിയ ചർച്ചയൊന്നും ആയിരുന്നില്ലല്ലോ. സവർക്കർ എന്തായിരുന്നോ അതിനെ വിരുദ്ധമായിട്ടുള്ള ഒരു പോർട്രയൽ നടത്തിയൊരു സിനിമയാണ് സവർക്കർ. അന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ CPM ഗവൺമെൻറ്റുകളോ ആ സവർക്കർ മഹത്വവൽക്കരിക്കപ്പെടുന്നത് യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണെന്നൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ ആ കാലാപാനി പോലും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സർക്കാർ സിനിമയിലൂടെ അല്ല തീരുമാനിക്കേണ്ടത്. സർക്കാർ ആ ആശയങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ രാജ്യത്ത് BJP RSSും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ
എന്താ പറയുക, അഭിനേത്രികളുടെ അടിവസ്ത്രത്തിന്റെ നിറമെടുത്ത് പ്രക്ഷോഭം നടന്ന രാജ്യമല്ലേ? അടിവസ്ത്രത്തിന്റെ നിറമെടുത്ത് അത്രമാത്രം വളരെ ഫ്ലിംസിയാണ് ഇവരുടെ എല്ലാം എന്താ പറയുക, ഒരു ആവിഷ്കാര ഇതും അല്ലെങ്കിൽ കലാമൂല്യവും ഇവരുടെ രാഷ്ട്രീയവും ഇവരുടെ വർഗീയ ദേശീയതയും എല്ലാം അത്രമാത്രം ഫ്ലിംസിയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അതിനകത്ത് പ്രതിരോധമായിട്ട് തന്നെ അത് പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്വാഗതവും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.